RBIയുടെ റിപ്പോ നിരക്കിൽ മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായ 7ാം തവണയാണ് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയ സമിതി യോഗത്തിലും പലിശ നിരക്കിൽ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ 6 തവണയും കണ്ടതുപോലെ ഇത്തവണയും 6.50% റിപ്പോ നിരക്ക് തുടരുകയാണ്. അതുകൊണ്ട് ഇനി ആളുകൾക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ കൊടുക്കുന്ന EMI-ലോ തന്നെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പക്ഷേ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലിശ നിരക്ക് കുറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളത്. അത് ഈ പലിശ നിരക്കിൽ മാറ്റമില്ലാത്തത് വിപണിയിലും ഇന്ന് പ്രതിഫലിച്ചു. നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇടിവ് അതിൽ പ്രകടമായി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം RBI ഗവർണറുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത് വിലക്കയറ്റം വലിയ തോതിൽ രാജ്യത്ത് കുറയുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ 9 മാസമായി വിലക്കയറ്റം വലിയ തോതിൽ കുറയുന്നു. പക്ഷേ ഒരു 6 മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ധന വിലയിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. മാത്രമല്ല ഭക്ഷ്യവില അത് കുറയാതിരിക്കുന്നത് വെല്ലുവിളിയാവുന്നുണ്ട്. എന്നാൽ പോലും RBI ലക്ഷ്യമിടുന്ന ഒരു 4% വിലക്കയറ്റം കുറഞ്ഞ് വരുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ RBI പ്രതീക്ഷിക്കുന്നത് 4.5% വിലക്കയറ്റം. അത് RBI സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായ ഒരു കാര്യമാണ്. വിലക്കയറ്റം കൂടുതൽ താഴേക്ക് വരുന്ന സമയത്ത് ഈ പലിശ നിരക്കും കുറയ്ക്കുകയും ചെയ്യും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.